ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ഫാമിലിയിലെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻറ്റർ ഭാഗം നല്ല ബണ്ണ് പോലെ ആയിട്ട് സൈഡൊക്കെ നല്ല ലൈസ് പോലെ അരിപ്പ പോലെയുള്ള അപ്പത്തിൻ്റെ റെസിപ്പി ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ചോറൊക്കെ ബാലൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള അപ്പം തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞേരോ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ടിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. നമ്മളുടെ അപ്പം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ഇട്ട് എടുക്കുന്നത്. നമ്മൾ സാധാരണ പത്തിരി ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മളെ ചോറാണ്. അപ്പോൾ ചോറ് ഞാൻ ഇവിടെ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് നിറയെ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വൈറ്റ് റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മട്ട റൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല, ചെറിയ കളർ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ചോറാണുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ, 1 കപ്പ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂട് കൂടാൻ പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ചെറിയ ഇളം ചൂട് മതി. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ പോരാത്തത് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കുക. ഇത് നമുക്ക് ഇനി മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് ഒന്ന് കാണിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കാം. വെള്ളത്തിൻ്റെ അളവ് പലരും എടുക്കുന്ന അരിപ്പൊടിയുടെ വറവൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള അരിപ്പൊടിക്ക് ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാനുള്ള ചെറിയൊരു ലൂസോ വേണ്ട, ഒരുപാട് ലൂസായി പോവണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം മിക്സാക്കി എടുക്കാനായിട്ട്, വല്ലാണ്ട് ലൂസായി പോകരുത് കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലിയ ജാറാകുമ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയും ചോറും കൂടിയിട്ടുള്ള ഒരു മിക്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ ചെറിയ ജാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ട്രിപ്പായിട്ടായാലും അരച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ വലിയ ജാറായതുകൊണ്ട് ഒറ്റ ട്രിപ്പിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും നമ്മളുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തരി പോലത്തെ ഈസ്റ്റാണ്. അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ എല്ലാവരും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റിന് എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ അപ്പം കറക്റ്റായിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്കൊരു മധുരത്തിന് ആവശ്യമായിട്ട് 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. മധുരം വേണ്ടാന്നുള്ളവർക്ക് വേണമെങ്കിൽ പഞ്ചസാര സ്കിപ്പ് ചെയ്യാം കേട്ടോ. ചെറിയൊരു മധുരം വരുമ്പോഴാണ് ഈ ഒരു അപ്പം ടേസ്റ്റി ആവുന്നത്. അപ്പോൾ നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനത്തെ നമ്മളിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു മാവ് ചെറിയൊരു ചൂടുണ്ടാവും കേട്ടോ, ആ ഒരു ചൂട് വേണം. അപ്പോൾ ഈ അരച്ചെടുത്തിട്ടുള്ള മാവ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മയത്തിൽ നല്ല പട്ട് പോലെ തന്നെ അരച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. നമ്മൾ അരിപ്പൊടിക്കാണ് ചേർത്തിട്ടുള്ളത്, പിന്നെ ചോറാണല്ലോ, നന്നായിട്ട് തന്നെ അരഞ്ഞ് വന്നോളും. അപ്പോൾ ഇതുപോലെ അരച്ചിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു മാവ് കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സാക്കുക. നമ്മൾ ആദ്യം അരച്ചിട്ടുള്ള ബാറ്റർ കുറച്ച് തിക്കും, പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ആക്കണം. പിന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ അപ്പം തയ്യാറാക്കുന്ന ടൈമിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. അങ്ങനത്തെ നമ്മളിതിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ മാവിൻ്റെ ഒരു തിക്നെസ് കണ്ടില്ലേ, ഇതുപോലെ വേണം ഉണ്ടാവാനായിട്ട്. ഒരുപാട് തിക്കല്ലാന്ന് ഒരുപാട് ലൂസ് അല്ലാത്ത ഈ ഒരു പരുവത്തിൽ മാവ് റെഡിയാക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിതിവിടെ രാത്രിയിലാണ് കേട്ടോ അരച്ച് വയ്ക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 10 മണിക്കൂറെങ്കിലും മിനിമം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ഇപ്പോൾ തണുവുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഈസ്റ്റൊക്കെ ആക്റ്റീവായിട്ട് പൊങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് രാത്രിയാണ് അരച്ച് വെക്കുന്നത്. ഇത് നമുക്ക് ഒരു ചൂടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചാലും മതി. അപ്പോൾ ഒരു ചൂട് കിട്ടുന്ന ഏരിയയിലേക്ക് വെച്ചിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം.
അങ്ങനെ നമ്മളൊരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോഴേക്കും നമ്മളെ മാവൊക്കെ കറക്റ്റായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ ഉപ്പ് ഇത് അരച്ച സമയത്ത് ചേർത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതേ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പതഞ്ഞൊക്കെ പൊങ്ങി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ തേങ്ങയും തേങ്ങാപ്പാലൊന്നും ചേർത്തില്ലെങ്കിലും അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഈ ഒരു മാവ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. എയർ ബബിൾസ് ഒന്നും വല്ലാണ്ട് പോവരുത്, എന്നാലും ഉപ്പൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ആവണം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മളിങ്ങനെ തലേദിവസം രാത്രി മാവൊക്കെ അരച്ച് വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മാവ് അരച്ച് റെഡിയാക്കാന്ന് പറയുമ്പോൾ ചിലർക്ക് മടിയാവും. അപ്പോൾ തലേദിവസം ഈ പണി ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലത്തെ പണി വളരെ എളുപ്പമാക്കാൻ പറ്റും. പിന്നെ നമ്മളിത് തലേദിവസം അരച്ച് വെക്കുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചിരകണ്ട, തേങ്ങാപ്പാൽ പിഴിയേണ്ട, വളരെ സിമ്പിളാണ്. അരിപ്പൊടിയും ചോറും മാത്രം മതി. അപ്പോൾ അരച്ച് വെക്കാനും നമുക്കൊരു മടി തോന്നില്ല, വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ മാവ് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നമ്മളപ്പം നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അപ്പം ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ അപ്പച്ചട്ടി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മൾ ഒരു തവി ബാറ്റർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള പോലെ പൂവിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ പൂവിൻ്റെ ഷേപ്പ് ആക്കാം, ജസ്റ്റ് റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ഷേപ്പൊക്കെ മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് റൗണ്ടിലാണ് ഇത് ശരിയാക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇതുപോലെ നിറയെ ഹോൾസൊക്കെ വന്നതിന് ശേഷം നമുക്കിനി അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഞാനിതിവിടെ നമ്മൾ ചെറിയ ബർണറിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അങ്ങനെ നമ്മൾ അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു അപ്പത്തിൻ്റെ പ്രത്യേകത സെൻറ്റർ ഭാഗം കുറച്ച് നല്ല സ്പഞ്ചി ആയിട്ട് സൈഡൊക്കെ നല്ല ലൈസ് പോലെ ഇരിക്കുന്ന ഒരു അപ്പം തന്നെയാണ് കേട്ടോ. നമ്മളിത് മാവ് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ചുറ്റിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് സൈഡൊക്കെ നല്ല ലൈസ് പോലെ വന്നിട്ട് സെൻറ്റർ ഭാഗം കുറച്ച് തിക്കായിട്ട് വരുന്നത് കേട്ടോ. സെൻറ്ററിൽ കുറച്ച് നല്ല ഒരു പൊങ്ങി നിൽക്കുന്ന രീതിയിൽ തയ്യാറാക്കുന്നതാണ് കേട്ടോ നമ്മളിങ്ങനെ. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ചെയ്താൽ മതി. സൈഡൊക്കെ നല്ല അരിപ്പ പോലെ നിൽക്കുകയും ചെയ്യും, സെൻറ്റർ ഭാഗം നല്ല സ്പോഞ്ച് പോലെ ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചുട്ടെടുക്കാം. അങ്ങനത്തെ നമ്മളപ്പം നമ്മളിവിടെ കുറച്ചൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലെയുള്ള അപ്പം തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. സെൻറ്റർ ഭാഗം നല്ല സ്പോഞ്ചി ആയിട്ടും സൈഡൊക്കെ നല്ല ലൈസ് പോലെ അരിപ്പ പോലെയുള്ള നല്ല അടിപൊളി അപ്പം തന്നെയാണ് കേട്ടോ. നമ്മളിതിൽ തേങ്ങയും തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് ഇല്ലാന്നൊന്നും ആരും വിചാരിക്കരുത്. ടേസ്റ്റി ആയിട്ടുള്ള അപ്പം തന്നെയാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടൺ സ്റ്റൂവോ വെജിറ്റബിൾ സ്റ്റൂവോ അല്ലെങ്കിൽ നമ്മളെ ഗാർലിക് ചട്നിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അളവിൽ നിങ്ങൾ അരിപ്പൊടിയും ചോറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു 20 മുതൽ 25 വരെ അപ്പം തയ്യാറാക്കി എടുക്കാം കേട്ടോ. നമ്മൾ അപ്പത്തിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നേക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് അടിപൊളിയാണ്. അപ്പോൾ നല്ല സിമ്പിളാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി നമുക്കിത് എളുപ്പമാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഒരു മടിയും വേണ്ട, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള അടിപൊളി റെസിപ്പികളും ടിപ്സുകളും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെയും നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്